അപ്പം നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് തന്നെ ഇതിൻ്റെ ആൻസർ കണ്ടുപിടിക്കുക. അപ്പം ജസ്റ്റ് ഞാനൊന്ന് ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞുതരാം, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് മോഡൽ പറഞ്ഞുതരാം. അപ്പം ബാക്കിയൊക്കെ നിങ്ങൾ തന്നെ ചെയ്യണം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ഇൻഫർമേഷൻ ഫ്രം ബുക്സ് ഓഫ് എ ഇസ് ആസ് ഫോളോസ്. പേൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ കാര്യങ്ങൾ അവിടെ താഴെ തന്നിട്ടുള്ളത്. പിന്നെ ഇതിപ്പം ഈ ചാപ്റ്ററിൻ്റെ ഭാഗമായതുകൊണ്ടാണ് അവിടെ സിംഗിൾ എൻട്രി എന്ന് പറയേണ്ടുന്നത്. നിങ്ങൾക്ക് എക്സാമിന് അങ്ങനെ തന്നെ പറയും കേട്ടോ. ഇത് സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരമാണ് ഈ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നത്, അങ്ങനെ തന്നെ പറയും ക്വസ്റ്റ്യനിൽ. ഇത് പിന്നെ ഇപ്പോൾ ഈ ചാപ്റ്റർ ഇതിനെക്കുറിച്ചാണല്ലോ, അപ്പോൾ അതുകൊണ്ട് അവിടെ പ്രത്യേകം പറഞ്ഞില്ല എന്നേ ഉള്ളൂ. ഇല്ലെങ്കിൽ ഇവിടെ പറയും ദ ഇൻഫർമേഷൻ ഫ്രം ബുക്സ് ഓഫ് എ അണ്ടർ ദ സിംഗിൾ എൻട്രി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കാണിക്കും. അണ്ടർ ദ സിംഗിൾ എൻട്രി സിസ്റ്റം ഈസ് ആസ് ഫോളോസ് എന്ന് പറഞ്ഞിട്ട് പറയും. ഇത് ഈ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ തന്നെ വരുന്നതുകൊണ്ടാണ് അങ്ങനെ പറയാണ്ടുന്നത്. പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ കൊടുക്കും. നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, പരീക്ഷയ്ക്ക് അങ്ങനെ തരൂലേന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ആദ്യം തന്നെ അത് എടുത്ത് പറഞ്ഞത്. അപ്പം സിംഗിൾ എൻട്രി സിസ്റ്റം പ്രകാരം എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലെ ഡീറ്റെയിൽസ് അവിടെ തന്നിട്ടുള്ളത്. 1 ജനുവരി 2013 കാര്യവും 31 ഡിസംബർ 2013 കാര്യം തന്നിട്ടുണ്ട്. എന്തൊക്കെയാണുള്ളത് നോക്കാം. ഫർണിച്ചർ, സ്റ്റോക്ക്, ഡെറ്റേഴ്സ്, ക്യാഷ്, ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേബിൾ, ലോൺ, ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം ഇതെന്ന് പറയുന്നത് ലയബിലിറ്റീസും ഉണ്ട്, അതുപോലെ തന്നെ എസറ്റിൻ്റെ കാര്യം അല്ലേ. അപ്പോൾ ലയബിലിറ്റീസിൻ്റെ കാര്യവും എസറ്റിൻ്റെ കാര്യവും തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പം ഏതൊക്കെയാണ് ഡേറ്റ്? 1 ജൂൺ, അതുപോലെ തന്നെ 31 ഡിസംബർ. 1 ജൂൺ 2013 അതുപോലെ തന്നെ 31 ഡിസംബർ 2013 കാര്യമാണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റിലെ കാര്യം നോക്കാം. അഡ്ജസ്റ്റ്മെൻ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഹീ ആസ് ഡ്രോൺ ഔട്ട് ഓഫ് ദ ബിസിനസ് 500. അതറിയാലോ, എന്താ ഡ്രോൺ എന്ന് പറയുമ്പം ഡ്രോയിങ്സ് 500. പ്രിപ്പയർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഷോയിങ് എസ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ എൻഡഡ് 31 ഡിസംബർ 2013. After writing off 10% depreciation on furniture and making a provision for bad debt at 10% on sundry debtors. ഇപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ 3 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന്, ഡ്രോയിങ്സ് 500 ഉണ്ട്. പിന്നെ പറഞ്ഞത് ഡിപ്രിസിയേഷൻ നിങ്ങൾ ചാർജ് ചെയ്യണം. എത്രയാണ് പറയുന്നത്? 10% ഡിപ്രിസിയേഷൻ ഫർണിച്ചറിൻ്റെ മുകളിലാണ്. പിന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെബ്റ്റ്സ് ഉണ്ട് 10%. അത് ആരുടെ മുകളിലാണ്? ഡെറ്റേഴ്സിൻ്റെ മുകളിൽ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് പ്രൊവൈഡ് ചെയ്യണം. ഇത്രയാണ് അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പം ഇത് മുതൽ ഇവിടെ വരെയുള്ളത് അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ. ഇനി നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന് എടുത്തു നോക്കിയാട്ടെ. അതിൽ ക്യാപിറ്റൽ പറഞ്ഞിട്ടുണ്ടോ എവിടെയെങ്കിലും? ഇല്ലല്ലോ. അപ്പം ഈ ക്വസ്റ്റ്യനിൽ എന്ത് തന്നിട്ടില്ല? ഓപ്പണിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല, ക്ലോസിംഗ് ക്യാപിറ്റലും തന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്യണം. ആ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റലും കിട്ടും, അതുപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടും. അപ്പം ആദ്യം എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് ഓൺ 1 ജൂൺ പിന്നെ ചെയ്യണം. അതിനുശേഷം ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് അറ്റ് ദ ഇയർ എൻഡിങ് 31 ഡിസംബർ 2013 കാണും. ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കിട്ടും. അതിനുശേഷം എന്ത് ചെയ്യുക? പ്രോഫിറ്റ് ആൻഡ് ലോസിന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ. ഇനി പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും രണ്ടും കണ്ടുപിടിക്കുന്ന സമയത്ത് ഇപ്പം ലാസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം. ഏത് മുതലാണ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറയുന്നത്? ഇത് മുതൽ അല്ലേ. ഈ ഒരു കോളം ഞാനിപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു കോളം ഇവിടെയാണ് അഡ്ജസ്റ്റ്മെൻറ്റിലെ കാര്യം പറയുന്നത്. ഇത് എവിടെ കാണിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഈ കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ ഏത് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ? ലയബിലിറ്റീസിൻ്റെയും അസറ്റിൻ്റെയും ഡീറ്റെയിൽസാണ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് കാണിക്കേണ്ടത്. അവിടെ നിങ്ങൾ എന്ത് കാണിക്കരുത്? അഡ്ജസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിട്ടുള്ള ഈ കാര്യം കാണിക്കരുത്. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റലും ക്ലോസിംഗ് ക്യാപിറ്റലും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള ഈ കാര്യം എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല. എന്ത് മാത്രമേ എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ? ലയബിലിറ്റീസിൻ്റെയും അസറ്റിൻ്റെയും ഡീറ്റെയിൽസ്, അതായത് ഈ കാര്യം. ഓക്കെ. അപ്പം ഇതാണ് എവിടെ എടുക്കുന്നത്? സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എടുക്കുന്നത്.
എന്തെടുക്കേണ്ട, അഡ്ജസ്റ്റ്മെൻറ്റിൽ തന്നിട്ടുള്ള കാര്യം നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ എവിടെയും കാണിക്കേണ്ട ആവശ്യമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് നിങ്ങൾക്ക് വരയ്ക്കാൻ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് ഞാനിനി പറയുന്നില്ല. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് രണ്ടെണ്ണം പ്രിപ്പയർ ചെയ്യണം. ഓപ്പണിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും അതുപോലെ തന്നെ ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സും. ഇനി ഇത് രണ്ടും ചെയ്തതിന് ശേഷം പ്രിപ്പയർ ചെയ്യേണ്ടതാണ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ, ഇതാണ് പ്രോഫിറ്റ് ഓർ ലോസിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്, ഫോമാറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്. അപ്പം ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ക്ലോസിംഗ് ക്യാപിറ്റൽ ആദ്യം പ്രൊവൈഡ് ചെയ്യുക, പിന്നെ ഡ്രോയിങ്സ് കാണിക്കുക, അതിനുശേഷം എഡീഷണൽ ക്യാപിറ്റൽ, നമ്മളെ ക്വസ്റ്റ്യനിൽ എഡീഷണൽ ക്യാപിറ്റൽ ഇല്ല, അപ്പം അതുകൊണ്ട് അത് കാണിക്കണ്ട. പിന്നെ ഓപ്പണിംഗ് ക്യാപിറ്റൽ കാണിക്കണം. അപ്പം നമുക്ക് എന്ത് കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കിട്ടും അല്ലേ. അപ്പം ഇത്രയാണ് ഗ്രോസ് പ്രോഫിറ്റ് വരെയുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം കാണുക ഗ്രോസ് പ്രോഫിറ്റ് വരെയുള്ളത്. ഇനി ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യണം, എക്സ്പെൻസസ് ലെസ് ചെയ്യണം, ഇൻകം ആഡ് ചെയ്യണം. നമ്മളെ ക്വസ്റ്റ്യൻ എടുത്ത് നോക്കിയേ, ഈ ക്വസ്റ്റ്യനിൽ എക്സ്പെൻസസ് തന്നിട്ടില്ലേ, ഏതൊക്കെ എക്സ്പെൻസസ് എന്ന് പറയുന്നത്, 10% ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ ബാഡ് ഡെപ്റ്റ്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് എത്രയാണ്, 10% ഓൺ സെൻട്രി ഡെറ്റേഴ്സ്. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും എമൗണ്ട് അത് നിങ്ങൾക്കറിയാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പം അതുകൊണ്ട് ഞാൻ ഇനി അത് പറഞ്ഞു തരില്ല, കാരണം തൊട്ട് മുമ്പിലത്തെ ചാപ്റ്റർ നീതു മിസ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടതെല്ലാം പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഡിപ്രിസിയേഷൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുക, അതിനുശേഷം പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിൻ്റെ എമൗണ്ട് പിന്നെ എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇതെവിടെ കൊടുക്കുക, ഈ എക്സ്പെൻസസിൻ്റെ അകത്ത് ഇവിടെ കാണിക്കുക. ഡിപ്രിസിയേഷൻ കൊണ്ട് നമുക്ക് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്, ഇത് രണ്ടും കൊടുത്തതിന് ശേഷം ഇനി ഇൻകം ഉണ്ടോ നോക്കുക അല്ലേ. ഇൻകം ഉണ്ടാ, ക്വസ്റ്റ്യനിൽ ഒരു ഇൻകം തന്നിട്ടില്ല, അപ്പോൾ ഇൻകം ഒന്നും ചെയ്യേണ്ട. നമുക്ക് ലാസ്റ്റത്തെ നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, ഇതാണ് ഫോമാറ്റ് എന്ന് പറയുന്നത്. പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫോമാറ്റാണിത്. ഈ ഫോമാറ്റ് പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുക. അപ്പം ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഇവിടെ അടയാളപ്പെടുത്താം. ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ക്ലോസിംഗ് ക്യാപിറ്റൽ നമ്മൾ കണ്ടുപിടിക്കുന്നു, ഡ്രോയിങ്സ് ഉണ്ടാകും, ഓപ്പണിംഗ് ക്യാപിറ്റൽ കിട്ടും, ഗ്രോസ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക, അതിന് ശേഷം എക്സ്പെൻസസ് ലെസ് ചെയ്യണം. എക്സ്പെൻസസ് എന്ന് പറയുന്ന രണ്ടെണ്ണേ തന്നിട്ടില്ല, ഒന്ന് ഡിപ്രിസിയേഷൻ, അതുപോലെ തന്നെ പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ്. എനിക്കൊന്നും തന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അപ്പോൾ എമൗണ്ടും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ തരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ മെസ്സേജ് അയയ്ക്കുക. അപ്പം ആൻസർ ഞാൻ താഴെ ഇടും, അപ്പം അത് കിട്ടുന്നുണ്ടോ നോക്കുക. ഒന്നും കൂടി പറയാം, ഇതിൽ നമ്മൾ 3 സ്റ്റേറ്റ്മെൻറ്റാണ് വരക്കേണ്ടത്. ഒന്ന് ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്, പ്രിപ്പയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അല്ലേ, പ്രിപ്പയർ പ്രോഫിറ്റ് അല്ലേ, പ്രോഫിറ്റാണ് കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ പ്രോഫിറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ അതിന് മുമ്പ് നമുക്ക് ക്യാപിറ്റൽ അറിയണം. ഈ ക്വസ്റ്റ്യനിൽ 2 ക്യാപിറ്റലും ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് വരക്കുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സ് 2 എണ്ണം വരക്കണം, ഒന്ന് ഓപ്പണിങ്ങിനും അതുപോലെ തന്നെ ക്ലോസിങ്ങിനും. ഇനി ഇതിന് ശേഷം നമ്മൾ വരക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇനി പ്രോഫിറ്റ് ഓർ ലോസ് സ്റ്റേറ്റ്മെൻറ്റിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവിടെ എടുക്കണം. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അഫയേഴ്സിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എടുക്കില്ല. പ്രോഫിറ്റ് ആൻഡ് ലോസിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇനി പ്രിപ്പയർ ചെയ്യുക ആൻസർ.